കുട്ടികൾക്കും നമ്മളിന്ന് CBSE 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള പോളിനോമിയൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഈ എക്സാമിന് ഉറപ്പാണ്. ഇതൊരു ടെസ്റ്റ് പേപ്പർ ആണെങ്കിലോ പീരിയോഡിക് ടെസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പബ്ലിക് എക്സാം ബോർഡ് എക്സാമിനാണെങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിലും ഉറപ്പായിട്ടുള്ള വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അവരെ സെലക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം, ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ ഈസി ആയിട്ട് CBSE 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിനെ കവർ ചെയ്യാൻ പറ്റും. പലരും ഈ സ്റ്റാൻഡേർഡും ബേസിക്കും നോക്കിക്കൊണ്ട് ബേസിക്കിനെ പോയി എടുക്കാറുണ്ട്. സ്റ്റാൻഡേർഡിനെ ഭയങ്കര പാടാണ്, ടഫാണ്, ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റുന്നില്ല, തലവേദനയാണ്. നിങ്ങൾ അതിലും തലവേദനയായിട്ടായിരിക്കും ബേസിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇനി വേറൊരു കോഴ്സിന് പോകുമ്പോൾ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ബേസിക്കിലോട്ട് പോകരുത്. സ്റ്റാൻഡേർഡ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളതിനെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല മാർക്കും കിട്ടും, ഏത് കോഴ്സിനും പോകാൻ പറ്റും. പിന്നെ അറിയാമല്ലോ മാത്സ് പഠിച്ചതിൻ്റെ ഒരു വില അത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തല്ലേ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്ന് എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാം CBSEയുടേത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനുവേണ്ടി ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു വർഷത്തേക്ക് ഇത്രയുമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇത്രയും. ഓക്കെ, ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. ക്ലാസ് കിട്ടും, നോട്ട്സ് കിട്ടും, കേസ് സ്റ്റഡി കിട്ടും, MCQ കിട്ടും, ട്രിക്സ് കിട്ടും, എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് 6x² + 5x - 4 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീറോസുകളെ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് സീറോസും കോയിഫിഷ്യൻസുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യുക. ഇത്രയാണ്. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സീറോസിനെ കണ്ടുപിടിക്കുക. അപ്പോൾ സീറോസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതണം. 6x² + 5x - 4. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സം ആൻഡ് പ്രോഡക്റ്റ് എടുക്കണേ. സം ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, D5. ഇതാണ് സം. +5 ആണേ. മൈനസ് ഉണ്ടായിരുന്നെങ്കിൽ മൈനസ് എടുക്കണം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഈ -4 മാത്രമല്ല, D6 ഇവിടെ ഇൻറ്റു ചെയ്ത് 6 × -4 ആൻസർ ഈസ് -24. ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ സം ആൻഡ് പ്രോഡക്റ്റ് എഴുതി ദെൻ ഫൈൻഡ് 2 നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് ദീസ് 2 കണ്ടീഷൻസ്. ഓക്കെ, ഫസ്റ്റ്ലി ഫൈൻഡ് സം പ്രോഡക്റ്റ്. എല്ലാവരുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇത് മനസ്സിൽ നിന്ന് വന്നെങ്കിലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലും വേറെ കാണുമ്പോൾ പിന്നെ അറിയാത്ത അവസ്ഥയാവും. ഒന്ന് ആലോചിച്ചേ. 2 പേര് ആഡ് ചെയ്യുമ്പോൾ 5 + 5 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -24. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. 24 പ്രോഡക്റ്റ് വരുന്ന 2 നമ്പറുകൾ പേരിനെ കണ്ടുപിടിച്ചതെന്ന്. ഒത്തിരി ഉണ്ട് അല്ലേ? 6 × 4 ഉണ്ട്, 12 × 2 ഉണ്ട്, 8 × 3 ഉണ്ട്, 8 × 3 അതാണ് ഇവിടുത്തെ. കാരണം 8ഉം 3ഉം 8ൻ്റെയും 3യുടെയും ഡിഫറൻസ് 5 വരുന്നുണ്ട്, ശരിയല്ലയോ? അങ്ങനെ കൂട്ടിയാലോ കുറച്ചാലോ ഈ 5 വരുന്ന സമ്മിൻ്റെ നമ്പർ വരുന്നതായിരിക്കും പോസിബിൾ. അപ്പോൾ നമുക്ക് 8ഉം 3ഉം എടുത്തു. ഇനി ഇതിന് സൈൻ കൊടുക്കണം. നെഗറ്റീവ് ആർക്കാണ്, പോസിറ്റീവ് ആർക്കാണോ? പ്രോഡക്റ്റിന് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. പ്രോഡക്റ്റിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഓർത്തോണം, ഈ 2 നമ്പേഴ്സിൻ്റെ സൈൻ ഡിഫറൻ്റ് ആവാനെ. ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവാണ്. ഇനി ആർക്കാണെന്ന് അറിഞ്ഞാൽ മതി. സമ്മിൻ്റെ സൈൻ പോസിറ്റീവ് കേട്ടോ. അപ്പോൾ വലിയ നമ്പർ പ്ലസ്, ചെറിയ നമ്പർ മൈനസ്. ദാറ്റ്സ് ഓൾ. എല്ലാം ക്ലിയർ ചെയ്തു കേട്ടോ. 8 + -3 5 ആൻഡ് 8 × -3 -24. അപ്പോൾ നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി അഗൈൻ റിട്ടൺ ആസ് 6x². 5x ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് 8x - 3x - 4. ഓക്കെ, ഇങ്ങനെ. ഇനി നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ പ്ലസും ഇത് മൈനസ് തിരിച്ചെഴുതിയാൽ ഇച്ചിരി ഈസി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത് 8xനെ എഴുതിയ ഇച്ചിരി നല്ലതായിരിക്കും. ഒത്തിരി പേർക്ക് തെറ്റാതിരിക്കും. മീൻസ് മൈനസിൻ്റെ ടൈം ആദ്യം എഴുതുക, രണ്ടാമത് 8x ഇങ്ങനെ എഴുതുക. വളരെ ഈസി ആയിരിക്കും. എപ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമുക്ക് ഈ 2 നമ്പർ കിട്ടുമല്ലോ. പോസിറ്റീവ് നിങ്ങൾ നെഗറ്റീവിനെ ആദ്യം എഴുതുക, പോസിറ്റീവിനെ രണ്ടാമത് എഴുതുക. ഈ 2 പേർക്ക് x കൊടുത്ത് എഴുതണം. അതാ ഈ മിഡിൽ ടൈമായ 5xനെ സ്പ്ലിറ്റ് ചെയ്തു. നെഗറ്റീവ് ഇവിടെ എഴുതുക, പോസിറ്റീവ് രണ്ടാമത് എഴുതിയാൽ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ തെറ്റുന്നത് ഒത്തിരി കുറയും. ഇപ്പോൾ ഈ 4 ടേംസ് ഉണ്ടല്ലോ, 1 2 3 4. ഫസ്റ്റ് 2 ടേംസിൽ നിന്ന് കോമൺ എടുക്കണം. എന്തായാലും x ഉണ്ട്. 6x² 3x ഉണ്ടല്ലോ. നമ്പർ ആയിരിക്കുക 6ഉം 3. 6ഉം 3ക്കുള്ളിൽ നിന്നും 3 കോമൺ അല്ലേ? കാരണം ഇത് രണ്ടും 3യുടെ മൾട്ടിപ്പിൾ. ഇത് 3 × 1, ഇത് 3 × 2. therefore 3x taken as common from first 2 times. In bracket remaining times is 6x² എന്നും 3x പോയാൽ നോക്കിക്കുക എത്ര കിട്ടും? 2x. ശരിയല്ലോ? 3x × 2x ആണ് മോനെ 6x².
ഇനി 3x ഇങ്ങ് കോമൺ വന്നു കഴിഞ്ഞാൽ അവിടെ ആരാ 1, ഒരു ടൈമിൽ നിന്ന് അതേ ടൈം കോമൺ വന്നാൽ ആരാ അത് തന്നെ. ഓക്കെ, അതായി. നെക്സ്റ്റ് നോക്കിക്കേ, പ്ലസ് 8x മൈനസ് 4. 8x ഉം 4ഉം ആരാ കോമൺ? 4ഉം 8ഉം അല്ലേ നമ്പർ. 4നെ കോമൺ എടുക്കാം, ദറ്റ് ഈസ് 4 ഇൻറ്റു 8x നിന്ന് 4 പോയാൽ 2x മൈനസ് 1. ശരിയല്ലേ? 4 ഇൻറ്റു 2x 8x, 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4. ബ്രാക്കറ്റ് കണ്ട മോനെ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ തെറ്റി അവിടെ. ഓക്കെ, ബ്രാക്കറ്റ് സെയിം അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം ഇവിടെ തെറ്റി, അത് ശ്രദ്ധിച്ചോണം. ഈ രണ്ട് ബ്രാക്കറ്റ്സുകൾ എന്താവണം? സെയിം ആവണം. അത് നിങ്ങളെപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. ഈ 2x മൈനസ് 1 എഗെയിൻ നമ്മൾ കോമൺ എടുക്കണം. ദറ്റ് ഈസ് 2x മൈനസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ ആരെ കിട്ടും? ഇവിടുന്ന് 3x കിട്ടും, ഇവിടുന്ന് 4 കിട്ടും. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്തു. 9th നമ്മൾ പഠിച്ച് നിർത്തിയ ഫാക്ടറൈസ് അത് തീർന്നു. ഇനി ഇവിടെ പോയാൽ നമുക്ക് ഇവിടെ എന്താ സീറോസ് ആണ് വേണ്ടത്. അപ്പോൾ ഇയാളെയും 0 നിക്കേറ്റ് ചെയ്യണം, ഇയാളെയും 0 നിക്കേറ്റ് ചെയ്യണം. 2x മൈനസ് 1 0. അവിടുന്ന് നോക്കിക്കേ എന്താ കിട്ടുന്നത്? 2x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1/2. ഫസ്റ്റ് 0. നെക്സ്റ്റ് സെക്കൻഡ് 0. 3x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ദെൻ 3x equal to minus 4 and x equal to minus 4/3. That's all. These are the zeros of this polynomial and it can be written as alpha and beta. ഇത് ആൽഫയും ഇത് ബീറ്റയും. അപ്പോൾ ആൽഫയും ബീറ്റയും കിട്ടി. ആൽഫ ഈസ് ഈക്വൽ ടു 1/2 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 4/3. അത്രേ. ഇനി കുറേ പണിയുണ്ട്. ഇനി നമുക്ക് കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, സീറോസും കോഎഫിഷ്യൻസും, ഇവർ തമ്മിൽ റിലേഷൻ വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ്ലി റൈറ്റ് എ ബി സി. വാട്ട് ഈസ് എ? ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഹിയർ 6. ബി ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഹിയർ 5 ആൻഡ് സി ഈസ് കോൺസ്റ്റന്റ് ടൈം -4. ഓക്കെ, 6 5 -4. ഇനി കുറേ പരിപാടി ഉണ്ട് മോനെ, 4 ലൈൻ വേണേ. ഫസ്റ്റ് സം ഓഫ് ദ സീറോസ് മീൻസ് ആൽഫ പ്ലസ് ബീറ്റ. നമുക്കറിയാം സം എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാണ്? -b/a ആൻഡ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു c/a. ഇതാണ് നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സം ചെയ്താൽ -b/a ഈക്വൽ ആവണം, പ്രോഡക്റ്റ് ചെയ്താൽ c/a ഈക്വൽ ആവണം. അപ്പോൾ സം ചെയ്യുവാണേ, സം ഇത് സം ആണ്. സം ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് -4/3. Then by the method of cross multiplication or LCM, 3 into 1 that is 3 plus 2 into -4 -8/2 into 3 6. Answer -5/6. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ സം കിട്ടി -5/6. ഇനി -b/a കൂടെയും ഇത് കിട്ടണം. നോക്കാം. -b/a that is മൈനസ് എഴുതി. വാട്ട് ഈസ് ബി? ഇവിടെ ബി ഉണ്ടല്ലോ, 5/a എത്ര? 6. നോക്കിക്കേ മോനെ, രണ്ടും ഈക്വലായിട്ട് കിട്ടിയതുണ്ടോ? അപ്പോൾ സം എന്ന് പറഞ്ഞാൽ -b/a ഈക്വലായി. ഫസ്റ്റ് റിസൾട്ട് വെരിഫൈഡ് ആയി. സെക്കൻഡ് വേണമെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കുക, ആൽഫ ഇൻറ്റു ബീറ്റ. ഈ കിട്ടിയ ആൽഫയും ബീറ്റയുടെ ഇൻറ്റു ആണ്, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു -4/3 ഈസ് ഈക്വൽ ടു -2/3. എന്തുകൊണ്ടാണ്? 2 കൊണ്ട് 4നെ കട്ട് ചെയ്ത 2, അപ്പോൾ -2/3. നെക്സ്റ്റ് c/a ഉണ്ടോ? പ്രോഡക്റ്റ് ആർക്ക് ഈക്വൽ ആവണം? c/aക്ക്. c എത്ര? -4/a എത്ര? 6 അല്ലേ? ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2/3. ഇതുണ്ട്, ഇത് തമ്മിലും ഈക്വലായി. ദെർഫോർ രണ്ട് റിസൾട്ടും എന്തായി? വെരിഫൈഡ് ആയി, ക്ലിയർ ആയല്ലോ. ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ, ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ഇതൊക്കെ മാറുമ്പോൾ നിങ്ങൾ മാറരുത്, ഇതേപോലെ തന്നെ ഉറച്ചു നിൽക്കണം, തെറ്റായി ചെയ്യാൻ. ഓക്കെ, ഒത്തിരി കുട്ടികൾക്ക് ഇതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ്. എത്ര പഠിച്ചാലും തെറ്റിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവനെ പഠിച്ചോണം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ. മീൻസ് ഇതൊരു പ്രയോജനമുള്ള യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരാളെന്ന് കണ്ടാൽ ഒത്തിരി പേരിലോട്ടൊന്ന് എത്തിക്കാൻ പറ്റും. നിങ്ങളത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലും നമ്മുടെ അനുഗ്രഹം കൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം നല്ലപോലെ പഠിക്കുക. ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഫുൾ ക്ലാസ് കിട്ടാൻ നമ്മളെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഗുഡ് ബൈ.